So in this video, we will unbox iQOO 9SE. So this is under 35K മേടിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫോൺ ആണോ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫോണിന്റെ കൂടെ എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. So ആദ്യം തന്നെ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ മോൺസ്റ്റർ ഇൻസൈഡ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മോൺസ്റ്റർ ആണോ അല്ലേ നമുക്ക് എന്തായാലും നോക്കാം. സിം ട്രേ ഓപ്പൺ ചെയ്യാനുള്ള ഒരു പിൻ അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ബാക്കി ഗൈഡും പേപ്പറും ഒക്കെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. സോ അടുത്തത് നമ്മളുടെ ഫോണാണ്. എന്തായാലും ഫോൺ നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ബാക്കി എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് നോക്കാം. സോ നമുക്കൊരു സിലിക്കൺ കേസ് കിട്ടുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മളെ ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണ്. സോ അടുത്ത നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് ഒരു 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഇതിനകത്ത് കിട്ടുന്നത്. പിന്നെ ഫൈനലി നമുക്ക് ഇതിനകത്ത് ഹെഡ്ഫോണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സി OTG കിട്ടുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതൊരു വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാര്യം നമുക്ക് ഇതിനകത്ത് ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നില്ല. സോ അടുത്ത എന്തായാലും നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഔട്ടേഴ്സ് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. സോ ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ വോളിയം അഡ്ജസ്റ്റ് കീ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ടോപ്പിലാണ് ഒരു സ്പീക്കർ വരുന്നത് ഇയർ പീസിൻ്റെ അവിടെ. പിന്നെ ഇവിടെ ബോട്ടം സൈഡിൽ നമുക്കിവിടെ സിം കാർഡ് ട്രേ ഒക്കെ ഉള്ളത് വരുന്നുണ്ട്. പക്ഷേ അവിടെ SD കാർഡ് സ്ലോട്ട് ഇതിനകത്ത് വരുന്നില്ല. വെറും സിം കാർഡിൻ്റെ സ്ലോട്ട് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ മറ്റൊന്നും വേറെ ഒന്നുമില്ല. പിന്നെ ഫോണിൻ്റെ ഔട്ടർ ലുക്ക് നോക്കുകയാണെങ്കിൽ വളരെ പ്രീമിയം ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു ക്യാമറ ലെൻസും അതുപോലെ തന്നെ അതിൻ്റെ ഔട്ടേഴ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ OIS എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ലെൻസും ഡുവൽ LED ഫ്ലാഷ് ലൈറ്റും വന്നിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ iQOO എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഫ്രെയിം നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ഫ്രെയിമാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. മെറ്റൽ ഫിനിഷ് അല്ല വന്നേക്കുന്നത്. പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് ഫ്രെയിം ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യാതൊരു രീതിയിലുള്ള ഡീഗ്രേഡിങ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഫോൺ IP52 സ്പ്ലാഷ് ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫോണിൽ വരുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.62 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതും 120 Hz ഇതിൻ്റെ റീഫ്രഷ് റേറ്റ്. പീക്ക് ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ 1200 nits ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ യൂസ് ചെയ്യുകയാണെങ്കിൽ യാതൊരു രീതിയിലുള്ള ബ്രൈറ്റ്നസ് ഇഷ്യൂസോ അല്ലെങ്കിൽ ടിൻഡിങ് ഇഷ്യൂസോ അങ്ങനെയുള്ളതൊന്നും ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേ HDR10+ ഡിസ്പ്ലേ ആണ്. അപ്പോൾ വളരെ നല്ല ക്വാളിറ്റി ആയിരിക്കും. നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ 4K 60 ഫ്രെയിംസിലൊക്കെ കാണുമ്പോൾ വളരെ നല്ല മികച്ചൊരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ നിന്ന് കിട്ടുന്നത്. അതായത് നമ്മൾ ആപ്സൊക്കെ ക്ലോസ് ചെയ്തിട്ട് മൂവ് ചെയ്യുമ്പോൾ വളരെ നല്ല സ്മൂത്തായ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് 120 Hz ഡിസ്പ്ലേ ആയതുകൊണ്ട് കിട്ടിയത്. അടുത്ത നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുക. കാര്യം ഇതിനകത്ത് വരുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 888 ആണ്. അതായത് ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 888 ആയതുകൊണ്ട് തന്നെ നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യാനും അതുപോലെ തന്നെ ഗെയിമിംഗ് ഒക്കെ ചെയ്യാനും നമുക്ക് 60 FPS ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്സ് ഒക്കെ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴും ഒക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ചില ഫോണിലൊക്കെ നമുക്ക് 120 Hz കിട്ടുമെങ്കിലും അത്രത്തോളം സ്മൂത്ത് ആയിരിക്കില്ല നമ്മൾ ആപ്ലിക്കേഷൻസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ സ്മൂത്താണ്. 120 Hz ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ അടുത്ത ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയറിലോട്ട് പോകുകയാണെങ്കിൽ ഇതിനകത്ത് ഫൺ ടച്ച് OS 12 ആണ് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 മേജർ OS അപ്ഡേറ്റ്സും അതുപോലെ തന്നെ 3 ഇയർ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. സോ അടുത്ത നമ്മുടെ കയ്യിലുള്ള ഫോണിൻ്റെ വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 8GB RAM 128GB സ്റ്റോറേജ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വേരിയൻറ്റ് എന്ന് പറയുന്നത് 12GB RAM 256GB സ്റ്റോറേജ് വേരിയൻ്റ് ആണ്. LPDDR5 RAM ആണ് നമുക്ക് കിട്ടുന്നത്. സ്റ്റോറേജ് വരുന്നേക്കുന്നത് UFS 3.1 സ്റ്റോറേജ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. സോ അടുത്ത ഈ ഒരു ഫോണിൻ്റെ സ്പീക്കേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നത്. ഒന്ന് ഇയർ പീസിൻ്റെ അവിടെയും മറ്റൊന്ന് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സുമാണ്. അപ്പോൾ സ്പീക്കറിൻ്റെ പെർഫോമൻസ് ആവറേജ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത്രത്തോളം കിടിലം പെർഫോമൻസ് ഒന്നുമല്ല നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഓഡിയോ കേട്ട് നോക്കാവുന്നതാണ്. സോ അടുത്ത എന്തായാലും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസിലോട്ട് പോകുകയാണെങ്കിൽ നമ്മളിവിടെ കോൾ ഓഫ് ഡ്യൂട്ടി ആണ് ടെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടിയിൽ നമുക്ക് എക്സ്ട്രീം ലെവൽ ഗ്രാഫിക്സ് പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. വളരെ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു ഗെയിമിങ്ങിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഫോണിന് യാതൊരു രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂസോ അങ്ങനെയൊന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മിക്ക ഗെയിംസ് നമുക്ക് എക്സ്ട്രീം പെർഫോമൻസ് അതായത് ഏറ്റവും ടോപ്പ് ഗ്രാഫിക്സ് തന്നെ കളിക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ അടുത്ത ഈ ഒരു ഫോണിൻ്റെ കണക്ടിവിറ്റി സെക്ഷനിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 8 5G ബാൻഡ്സ് ആണ് കിട്ടുന്നത്. അതായത് നമുക്ക് ഈ ഒരു ഫോണിൽ Wi-Fi 6 കിട്ടുന്നതായിരിക്കും. പ്യുവർ Wi-Fi 6 തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നെറ്റ്വർക്കിൽ യാതൊരു രീതിയിലുള്ള ലാഗിങ് ഇഷ്യൂസോ ഒന്നും കാണത്തില്ല. വളരെ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. സോ അടുത്ത നമ്മൾ ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസിലോട്ട് പോവുകയാണെങ്കിൽ മെയിൻ ക്യാമറ ലെൻസ് എന്ന് പറയുന്നത് 48 മെഗാപിക്സലിൻ്റെയും അൾട്രാ വൈഡ് വരുന്നത് 13 മെഗാപിക്സലിൻ്റെയും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് ലെൻസുമാണ് ഇതിൽ വന്നേക്കുന്നത്. സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 16 മെഗാപിക്സലിൻ്റെ വൈഡ് HDR സെൽഫി ക്യാമറയാണ്. നമുക്ക് 1080p at 30 frames per second റെക്കോർഡ് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ സെൽഫി ക്യാമറ നമുക്ക് ഡാർക്ക് ഏരിയസിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാര്യം ഇതിനകത്ത് ഓറ സ്ക്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൂടി വരുന്നുണ്ട്. സോ ഈ ഒരു ഫോണിൻ്റെ വീഡിയോ സെക്ഷനിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4K at 60 frames per second നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് OISഉം EISഉം സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. പക്ഷേ 4K at 60 frames per second നമുക്ക് OISഉം EISഉം സ്റ്റെബിലൈസേഷൻ വർക്കാവുന്നതല്ല. 4K at 30 frames per second OIS മാത്രമേ വർക്കാവത്തുള്ളൂ. പക്ഷേ നമ്മൾ 1080p at 60 ഫ്രെയിംസിൽ അൾട്രയിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും OISഉം EISഉം അൾട്രാ സ്റ്റെബിലൈസേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു 4Kയിൽ കൂടി അവർക്ക് ആ ഒരു സ്റ്റെബിലൈസേഷൻ കൊണ്ടുവരായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേനെ. എന്തായാലും 1080pയിൽ നമുക്ക് അൾട്രാ സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ നല്ലൊരു ക്യാമറ ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് നൈറ്റ് ഷോട്ട്സ് നോക്കുകയാണെങ്കിൽ ചില പിക്ചേഴ്സിലൊക്കെ നമുക്ക് ചെറിയ രീതിക്ക് എക്സ്പോഷറൊക്കെ വരുന്നുണ്ട്. എന്നാലും വളരെ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റ് നോക്കുമ്പോൾ നമുക്ക് ക്യാമറയിൽ നിന്ന് കിട്ടുന്നത്. ഓൾമോസ്റ്റ് മിക്ക ഡാർക്ക് ഏരിയസും നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്ത പിക്ചേഴ്സാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണാൻ സാധിക്കും. ഇത് സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. കാര്യം നമ്മളിത് എന്തായാലും ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ഡിറ്റക്ട് ചെയ്ത് നൈറ്റ് ഷോട്ട് ഓൺ ആവുന്നതായിരിക്കും. അതുകൊണ്ട് ആ ഒരു പിക്ചർ എടുക്കുന്നതിന് മുമ്പുള്ള ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ആ ഒരു പിക്ചർ എടുത്തതിന് ശേഷമുള്ള ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നൈറ്റ് ഷോട്ട്സ് ഒക്കെ വളരെ നല്ലൊരു രീതിയിലാണ് നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നത്. സോ ഫൈനലി ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയിലോട്ട് വരികയാണെങ്കിൽ 4500 mAh ബാറ്ററി നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു. ഒരു 5000 mAh ആക്കായിരുന്നു. കാര്യം സ്നാപ്ഡ്രാഗൺ 888 ആണ് വരുന്നത്. അതുപോലെ തന്നെ 120 Hz റീഫ്രഷ് റേറ്റും വരുന്നുണ്ട്. അപ്പോൾ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഓൺ സ്ക്രീൻ ടൈം ബാറ്ററി എനിക്കിവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു 5 to 6 hours മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നത് വളരെയധികം ഫാസ്റ്റാണ്. കാര്യം നമുക്കിവിടെ 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് കിട്ടുന്നത്. നമുക്ക് 40 മിനിറ്റിൽ 0 to 100 ചാർജ് ആവുന്നതായിരിക്കും. വളരെ ഫാസ്റ്റായ ഒരു ചാർജിങ് സപ്പോർട്ടാണ് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്തതെന്ന് പറയുന്നത് 33,000 ആണ്. ആമസോണിൽ ഓഫേഴ്സും കാര്യങ്ങളുള്ള ടൈമിലാണ് ഇത് പർച്ചേസ് ചെയ്തത്. പക്ഷേ നമ്മൾ ഓഫർ ഇവിടെ യൂസ് ചെയ്യാതെയാണ് പർച്ചേസ് ചെയ്തത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊടുത്തിരുന്ന ബാങ്ക് എന്ന് പറയുന്നത് ICICI ബാങ്ക് ആയിരുന്നു. അപ്പോൾ ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തതുകൊണ്ട് ഓൾമോസ്റ്റ് 33,000. അപ്പോൾ നിങ്ങൾ ICICI ബാങ്കിൻ്റെ ഓഫർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 30K ബഡ്ജറ്റിൽ ഈ ഒരു ഫോൺ മേടിക്കാൻ പറ്റുന്നത്. സോ ഫൈനലി ഈ ഒരു ഫോണിൻ്റെ കൺക്ലൂഷനിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ടെലിഫോട്ടോ ലെൻസ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. അപ്പോൾ അതെനിക്ക് ഒരു കോസ്റ്റ് കട്ടിങ് റീസൺ ആയിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഫ്രെയിം ആയിട്ടുള്ള വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ നമുക്കിതിനകത്ത് വളരെ നല്ല ക്യാമറയും അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 888 ചിപ്പുമാണ് കിട്ടുന്നത്. പിന്നെ വളരെ ഫാസ്റ്റായ 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു ഫോണിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.